നമസ്കാരം, ഞാൻ ലാൽ ജോസ്. ഒരു സ്കിറ്റിൻ്റെ നരേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഇതൊരു സ്പൂഫാണ്. സിനിമ സാൾട്ട് ആൻഡ് പെപ്പർ. ഒരു തട്ടിൽക്കൂട്ടി ദോശയുടെ പേരിൽ കാളിദാസനുമായും പ്രണയത്തിലായി. ആ പ്രണയത്തിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളെ മറികടന്ന് കാളിദാസനും മായയും ഒന്നിച്ചു. കല്യാണശേഷം ആൻറ്റി കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്ന കാളിദാസൻ മറ്റൊരു മേച്ചിൽപ്പുറം തേടിപ്പോയി. ഒപ്പം ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്ന മായ ആ മേഖലയെല്ലാം വിട്ട് കാളിദാസനൊപ്പം ആ മേച്ചിൽപ്പുറത്തിൻ്റെ പുറകെ പോയി. കാളിദാസനും മായയും ഇപ്പോൾ മറ്റേതോ മേച്ചിൽപ്പുറത്താണ്. ആ മേച്ചിൽപ്പുറമാണ് ഇന്ന് ഇവരുടെ സ്കിറ്റ്. അടിപൊളി. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ കരയണത്? ഞാൻ എത്ര വിളിച്ചു പോയിട്ടും നമ്മുടെ തട്ടയുടെ ഒരു മനുഷ്യൻ പോലും കേട്ടില്ല. നിങ്ങൾ എന്തെന്നാ വിളിച്ചു പോകണത്? കൂടെ ജീവിക്കണ എനിക്ക് തന്നെ മനസ്സിലാവള്ള. പിന്നെയാണ് ഇനി നാട്ടുകാർക്ക് അവരൊക്കെ വിചാരിച്ചെന്നറിയോ ജനറേറ്റർ ഓൺ ആക്കിയതാണ്. വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ ആളെ കൂട്ടാൻ പറ്റും. പിന്നെന്താ എനിക്ക് പറ്റുമല്ലോ. ദൈവമേ. റെഡി സർ. പേപ്പർ തട്ടിൽ കുട്ടി ദോശ സാമ്പാറ് ചമ്മന്തി ചട്ടിണി പട്ടിണി. അല്ല നമുക്ക് പട്ടിണിയാണ്. ഇനി പോയ പട്ടിണി ആവോലോ, അതുകൊണ്ട് പറഞ്ഞു പോയ. ഇതെന്തിനാ പിന്നെയും കരയുന്നേ? പോയതാണ്. ഏമ്പൊക്കം കരച്ചിലൊക്കെ ഒരേ മീറ്റർ, അതുകൊണ്ട് ആർക്കൊന്നും മനസ്സിലാവില്ല. എന്റെ പൊന്നു ദാസില്ല, സ്കൂളിലൊക്കെ ബോർഡ് വെക്കാൻ പോവാ ശബ്ദ മലിനീകരണം തടഞ്ഞിരിക്കുന്നു. ഒരുപാട് വണ്ടികളൊന്നും പോണ സ്ഥലമല്ലേ. വണ്ടി പോണോണ്ടല്ലോ നിങ്ങൾ ഏത് നേരം നോക്കിയാലും പിന്നെ അവര് ബോർഡ് വെക്കൂലേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് മൂലം ഞാൻ പതുക്കെ സംസാരിക്കാം. ഓ പതുക്കെ സംസാരിച്ചാ മതി. ഇതാണോ നിങ്ങളെ പതുക്കെ? എനിക്ക് സംസാരിക്കാൻ ഇതിലും ഭേദം നിങ്ങൾ ഒച്ചത്തിൽ സംസാരിച്ചോ. അതാണല്ലോ ഞാൻ പറഞ്ഞു. ഇതെന്താ കാലി ഗ്ലാസാ? വിളിച്ചാ എന്ത് കാളിദാസാണ്? കാലിഗ്ലാസാന്ന് പറഞ്ഞത് പറയുമ്പോ എന്തെങ്കിലും മനസ്സിലാണ് പോലെ പറഞ്ഞു. മനസ്സിലാവാത്ത പോലെ സംസാരിക്കരുത്. എനിക്ക് വേറെ പാടില്ല. അയ്യോ അണ്ണാച്ചി, എനിക്കൊരു നൈറ്റ് ചേട്ടനൊരു പാവാട. അല്ല എനിക്കൊരു നൈറ്റ് ചേട്ടനൊരു പാന്റ്. അയ്യോ ഞാൻ അണ്ണാച്ചിയല്ല, പിന്നെ ഞാന് മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ഒരു കോമഡി ആർട്ടിസ്റ്റ് ആണ്. ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞ് വന്ന വരവാണ്. കോമഡി ആർട്ടിസ്റ്റ് ആണോ? എനിക്ക് കോമഡി ആർട്ടിസ്റ്റുകളെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കോമഡി പറയാം. അല്ല അങ്ങനെ പെട്ടെന്ന് കോമഡി പറയാന്ന് വെച്ച് ഞാൻ തട്ടിക്കടയായിട്ട് ബന്ധപ്പെട്ടൊരു കോമഡി പറയട്ടെ. ഒരു കടയിൽ പോയി ഒരാൾ ഒരു ചായ മേടിച്ചു, ഒരു ബണ്ണ് മേടിച്ചു. ഈ ബണ്ണ് ചായയിലേക്ക് മുക്കിട്ട് തിന്നാൻ തുടങ്ങിയപ്പോൾ ആ ചായക്കടക്കാരൻ എത്ര രൂപയെന്ന് പൈസ ചോദിച്ചു. അപ്പൊ ഈ പുള്ളി പറയുവാ, മിസ്റ്റർ നിങ്ങളുടെ ചായ കുടിച്ചത് ഈ ബണ്ണാണ്, അതുകൊണ്ട് ബണ്ണിനോട് പൈസ ചോദിക്കാൻ. കോമഡി ആർട്ടിസ്റ്റ് അതെ. ഇപ്പൊ ഈ പറഞ്ഞ കോമഡി എനിക്ക് എഴുതി തരാവാ. എന്തിനാണ്? എന്റെ ഓഫീസിൽ കൊണ്ട് സൂക്ഷിക്കാൻ. ഞാൻ ഈ ആന്റി കളക്ഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. എന്ന് വെച്ചാ പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ആളാ. അപ്പൊ ഈ പറഞ്ഞ കോമഡി എനിക്കൊന്ന് എഴുതി തരാമോ? അവിടെ കൊണ്ടുവയ്ക്കാണ്ട് ഒടുക്കത്തെ ചെളിയാണ് കോമഡി. ചേട്ടൻ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ കയ്യില് 2-3 ഫിഗർ ഉണ്ട്. ഇറങ്ങണ കച്ചവടം എന്ന് പറഞ്ഞ് ഇവിടെ തോന്നസ് കാണിക്കാൻ സംഭവിക്കില്ല. നിനക്കറിയാമോ, ഈ നാളെ രാവിലെ 10 മണിക്ക് എന്റെ വീട്ടിൽ വരണം. അപ്പൊ മായ ഉണ്ടാവില്ല. വെറുതെ നീ പറഞ്ഞ 2 ഫിഗറിനെ കൊണ്ടുപോകാം. ചേട്ടാ ഞാൻ ഉദ്ദേശിച്ചു ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ്, സ്റ്റേജിൽ ഫിഗർ ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണ്. അതാണ് പറഞ്ഞത്. മനസ്സിലാവണ പോലെ ഒരു സാധനം പറഞ്ഞതാണ്. എന്റെ ദാസ, നമ്മുടെ ഈ കഥയിൽ കച്ചവടം വളരെ കുറവാണ്. ആ ഫിഗർ ചെയ്യുന്ന പുള്ളിനെ നമുക്ക് ഉപയോഗിച്ചൂടെ? എന്തൊക്കെയാണ് പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവുന്നത്. ഓ നിങ്ങൾ പറയണ ഒന്നും മനസ്സിലാവാത്തോണ്ടാ ഞാൻ പുറത്തുനിന്ന് ആളെ വെപ്പിച്ചേക്കണത്. ഒരു വിലയില്ല. എന്ത് കടയിലെ സാധനത്തിനാ? അതല്ലെന്ന് എനിക്ക് നിന്റെ മുമ്പിൽ ഒരു വിലയില്ല. ഇത്രയും പൈസ വെച്ച് സംസാരിച്ചിട്ട് ചമ്മാൻ എനിക്ക് നാണൊരു അയ്യോ ദോശ മറിച്ചതാണേ. ചട്ടിയിലെത്തോണ്ട് കൈവച്ച് മറിച്ചതാ. പുള്ളി അത് ചേട്ടാ, ഞങ്ങളുടെ ഈ കടയിൽ കുറച്ച് ആൾത്തിരക്കൊക്കെ കുറവാണ്. അപ്പൊ ചേട്ടൻ ഞങ്ങളൊന്ന് സഹായിക്കാവോ? കട ഒന്ന് പ്രമോട്ട് ചെയ്ത് തന്നെ ചേട്ടന്റെ ഫിഗർ വെച്ചൊന്ന് പ്രമോട്ട് ചെയ്യണം. അല്ല ചേച്ചി പറയുമ്പോ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ നിങ്ങളുടെ കടയിലെ പ്രൊമോഷന് വേണ്ടി ദുൽഖർ സൽമാനെ കൊണ്ടുവന്നാലോ? ദുൽഖർ സൽമാൻ മതി. അല്ല ബണ്ണുണ്ടോ ചേച്ചി? അതെ, കുറച്ചു മുമ്പ് നീ ഒരു ചായയിൽ ഒരു ബണ്ണിന് മുക്കി കിടന്നില്ലേ? ആ ബണ്ണെടുത്ത് വെക്കണം. നീ ഫിഗർ ചെയ്യാൻ വേണ്ടി ബണ്ണ് വേറെ ഉണ്ടായിരുന്ന പണ്ടതേ കാളിദാസന്റെ ഫിഗർ ചെയ്യാൻ വേണ്ടി കുത്തിക്കേറ്റി. ആ ബണ്ണിട്ട് പള്ളിയിലൊട്ടിട്ടില്ല. ഒരു ഡയലോഗ് പോലും എനിക്ക് പറയാൻ പറ്റില്ല. ഡയലോഗ് പറയാനൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവണേണ്. അല്ല ചേച്ചി എനിക്ക് കുറച്ച് സമയം വേണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രണയിച്ചത്? അത് ദാസ് ഒരു ദിവസം ഫോണിൽ വിളിച്ചൊരു കഥ പറഞ്ഞു. ആ കഥ കേട്ട അപ്പൊ ഞാൻ വീണു. ചേട്ടാ എന്താ ചേട്ടാ കഥ? ഫോണിൽ വിളിച്ചു പറഞ്ഞു. ചേച്ചി ചേച്ചി ചേച്ചി
എന്താണ്? അല്ല ഈ ദാസന്റെ കഥ കേൾക്കുമ്പോ അപ്പൊ ഞാൻ വീഴും. അല്ല, ചേട്ടാ അങ്ങനെയാണെങ്കിൽ കഥ പയ്യെ ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ ദുൽഖറായിട്ട് വരാം. അയ്യോ ഈ കഥ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാലേ ആർക്കും ഒന്നും മനസ്സിലാവില്ല, ഇവിടെ കിടന്ന് വലിയും. അതുകൊണ്ട് ഞാൻ ഈ കഥ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോഴേക്കും ചേട്ടന് റെഡി ആവാം. ഓക്കെ ഓക്കെ ഓക്കെ. അതേ റെക്കോർഡിനെ വരട്ടെ. അതിന് കൂടുതൽ ആൾക്കാർ ഒരു കാര്യം പറയാണ്ട്. ഇത് ഇവിടെ റെക്കോർഡിന്റെ സമയത്ത് നിങ്ങൾ അപ്പുറത്തെ വിഷയം നോക്കണം. അവിടെ ഒരു സംഭവം ഉണ്ട്. ഇവിടെയുള്ള സാധനം ആരും നോക്കരുത്. ഇവിടെ ഭയങ്കര ലൂസ് മോഷൻ ആയിരിക്കും. നമ്മൾ സാവധാനത്തിൽ പോകൂലേ, അത് സ്ലോ മോഷൻ ആയിരിക്കും. സംഭവം എന്ന് പറഞ്ഞാലേ ഇന്നലെ രാത്രി എനിക്ക് റെക്കോർഡിങ് കിട്ടിയത്. അതുകൊണ്ട് ലിപ്പ് പഠിക്കാൻ വിട്ടുപോയി. അപ്പൊ അത് കയ്യിലിട്ട് കളിക്കാൻ വേണ്ടി ഒരു ചെറിയ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാം. പ്ലേ ചെയ്യണം. ഇതൊരു കഥയാണ്. എലീന എന്ന കോട്ടയംകാരി തന്റെ രാജകുമാരനായ റോഷൻ പട്ടിമട്ടത്തേക്ക് ബിസിനസിന് പോയപ്പോൾ ഉണ്ടാക്കിയതാണ് ഈ വട. ഉഴുന്നുകൊണ്ട് ഇരുന്നുകൊണ്ടാണ് എലീന രാജകുമാരി ആദ്യത്തെ വട ഉണ്ടാക്കിയത്. ബിസിനസ് മീറ്റിംഗ് അവസാനിച്ചില്ല. വരാന്ന് പറഞ്ഞ ദിവസം റോഷൻ വന്നില്ല. അന്നാ വീട്ടിൽ റേഷനും വന്നില്ല. പിറ്റേന്ന് എലീന കടലമാവ് കൊണ്ടൊരു വടയുണ്ടാക്കി. റോഷനെ കാത്തിരുന്നു. റോഷൻ വന്നില്ല. പ്രതീക്ഷയുടെ 2 ആഴ്ച എലീന തന്റെ മുറ്റത്തുണ്ടായ ചേമ്പില പറിച്ചെടുത്ത് ചേമ്പ് വടയുണ്ടാക്കി കാത്തിരുന്നു. ബിസിനസ് അവസാനിച്ചു. എലീനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുളിജാമുമായി റോഷൻ തിരിച്ചെത്തി. ആ പുളിജാം എലീന റോഷന് വേണ്ടി ഒരുക്കി വെച്ച വടയിലേക്ക് ചേർത്തൊഴിച്ചു. അവർ രണ്ടുപേരും ആ പുളിവട ഒരുമിച്ച് കഴിച്ചു. റോഷൻ രാജകുമാരൻ എലീന രാജകുമാരിയുടെ ചെവിയിൽ മന്ത്രിച്ചു, എവിടെയാടി ടോയ്ലറ്റ്? ഇതെന്തു വടയാടി എന്ന് പറഞ്ഞ് അവൻ ടോയ്ലറ്റിലേക്ക് ഓരോ കഥയായി പോലെ പൊന്നാർന്നകരാണ്. ചേച്ചി ദുൽഖറൊക്കെ അയ്യോ ദുൽഖറോക്കനെ താത്തിരി ഞങ്ങള് പറയാം ഓക്കേണ് അല്ലേന്നുള്ളത്. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ ചായക്കടയിൽ വരാൻ പോകുന്നത് ദുൽഖർ സൽമാൻ ആണ്. അപ്പൊ ദുൽഖർ സൽമാനെ ഇഷ്ടപ്പെട്ട എല്ലാവരും ചായയും വടയും മേടിച്ച് കഴിക്കണം. അപ്പൊ വെൽക്കം ദുൽഖർ സൽമാൻ. Johnny Money, Johnny, you are my cunning money. Johnny Money, Johnny. ഉപ്പ ഉപ്പേ ഉപ്പല്ല ഉപ്പ. നല്ല ഇന കപ്പ ബിരിയാണികൾക്ക് സാൾട്ട് ആൻഡ് പേപ്പർ തട്ടുകട. കപ്പ എപ്പോ വേണോ അപ്പ വരാം. സാൾട്ട് ആൻഡ് പേപ്പർ തട്ടുകട. ഫോൺ എടുത്ത് വിളിക്കണി. ജയറാമിനാണോ? ജയറാമിനല്ല, മമ്മൂട്ടിനെ. ഒരു ക്ഷമ ചോദിക്കാൻ വേണ്ടിട്ടാണ്. എന്ത് കാര്യത്തിന്? ഇവന്റെ തുറക്കണൊക്കെ നല്ലടി. ഞാൻ അവിടെ ഉണ്ടാക്കുന്ന കുറുക്ക്. വന്നിട്ട് ഇവിടെ 3 കൗണ്ടർ പറഞ്ഞു. ആ 3 കൗണ്ടർ ആർക്കും ഒന്നും മനസ്സിലായില്ല. ഇതൊരെണ്ണം എല്ലാവർക്കും മനസ്സിലായില്ലേ? അതല്ലടി എന്റെ ഒരു ബ്യൂട്ടി. ദുൽഖർ സൽമാൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടായി. എന്നാ പിടിച്ചോ. അയ്യോ എന്റെ വണ്ടിയുടെ EMI, എന്റെ വണ്ടിയുടെ EMI കൊണ്ടുകളത്, എന്റെ വണ്ടിയുടെ EMI കൊണ്ടുകളത്. പൈസ കയറി. ചേച്ചി ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഏതായാലും ദുൽഖർ വന്നപ്പോ എനിക്ക് പൈസ കിട്ടിയല്ലോ. അന്ന കടയുടെ പ്രൊമോഷൻ ആയിട്ട് ഷാറൂഖ് ഖാൻ വന്നാലോ? ഓ ഷാരൂഖ് ഖാൻ ഈസ് മൈ ഫേവറേറ്റ്. ഓ അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ ചായക്കടയിൽ വരാൻ പോകുന്നത് ഷാരൂഖ് ഖാൻ ആണ്. അപ്പൊ ഷാരൂഖ് ഖാൻ ഇഷ്ടപ്പെട്ട എല്ലാവരും ചായ കുടിക്കാൻ വരണേ. വെൽക്കം ഷാരൂഖ് ഖാൻ. മട്ടൻ കറികൾക്ക് സാൾട്ട് ആൻഡ് പേപ്പർ തട്ടുകട. മട്ടൻ വിത്ത് സൗണ്ട് കൊള്ളാലേ, സൂപ്പർ സാധനം. ഓ ഷാരൂഖ് ജി. ഷാറൂഖ് ജി അല്ല, ഓ ഷാരൂഖ് ജി, നിങ്ങളുടെ പെർഫോമൻസ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഐ ലൈക്ക് ഇറ്റ്. ഇന്ന പിടിച്ചോ. അയ്യോ എന്റെ ഫോൺ EMI, എന്റെ ഫോൺ EMI കൊണ്ടുകളത്. ഇതിന് വേറെ പാടില്ലടി. അതെ കുറച്ചു കാലമായിട്ട് ഞാനിപ്പോ ഈ റൂട്ടിലല്ലേ പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോ അറിയാണ്ട് കൈ തരിക്കും. കൈ തട്ടി കൊണ്ടാണ് എന്റെ കാശ് കൊണ്ടുകളത്. ചേച്ചി അപ്പൊ പൈസ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. ആദ്യം നമ്മള് ദുൽഖർ വന്നു മലയാളത്തിൽ നിന്ന്. പിന്നെ നമ്മുടെ ഹിന്ദിയിൽ നിന്ന് ഷാറൂഖ് ഖാൻ വന്നു. ഇനി വരാൻ പോകുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. പച്ചക്കറിയാണ്. ചേട്ടാ തമിഴ്നാട്ടിൽ നിന്ന് ഒരു നടനാണ് വരാൻ പോകുന്നത്, വടിവേലു. Oh my God, വടിവേലു സാറാണ് അടുത്തത് വരാൻ പോകുന്നത്. അങ്ങനെ 3 ഭാഷകളിൽ നിന്നാണ് ഇവിടെ ആള് വരാൻ പോകുന്നത്. 3 ഭാഷ വലിയ കഥ തള്ള. 3 ഭാഷയിൽ സിനിമയിൽ അഭിനയിച്ച ആളാണ് ഞാൻ. പിന്നെ നിന്റെ വലിയ കഥ. അല്ല ചേട്ടൻ ഒരു കാര്യം ചെയ്യാം. അന്നാ 3 ഭാഷയിൽ ഡയലോഗ് ഇവിടെ നിന്നോട്ട് പറ. അപ്പോഴേക്കും ഞാൻ വടിവേലു ഇട്ട് വരാം. അത് കൊള്ളാം. എനിക്ക് പെർഫോം ചെയ്യാൻ ഒരു ഏരിയ. അപ്പൊ അടുത്തതായിട്ട് കാളിദാസിന്റെ ഒരു കിടിലം പെർഫോമൻസ് ആണ്. ഷൺമുഖ, ഇത് പടവീടാണ് സംസാരിക്കുന്നത്. കൂടുതൽ സംസാരിച്ച് കുത്തിക്കൊണ്ട് ഇവിടെ മനസ്സിലായത്. 1 ഇതേതാണ്? മലയാളം. മലയാളം. ഇത് കണ്ടി சொல்ல അപ്പുറത്ത് പാത്തിരിക്ക അത് മാത്രം சொல்ற പാത്തുകളെ അത് ഇത്ര പാത്ത. 2 ഇതേതാണ്? തമിഴ്. തേര പാത കുछ नहीं कहते हैं ओके यार तुम्हें चाट में चटता. ഓ ഹിന്ദി. അതൊക്കെ മനസ്സിലായി. ആ ഹോട്ടിൽ കിട്ടി. സിനിമ പൊളിഞ്ഞു പോയിക്കോട്ടെ. ഞാൻ പാട്ട് വിത്ത് ഡാൻസ് കളിക്കാം. പാട്ട് വിത്ത് ഡാൻസാ? ആ
മനസ്സിൽ കൊടുക്കണ പെണ്ണെ സഹനായി കേൾക്കുന്നു. വടിവേലു ഓക്കേ. ഒരു തരത്തിൽ ഈ പട്ടി സമ്മതിക്കില്ല. ഒരു കാര്യത്തിൽ സമ്മതിക്കണം. പ്ലേ ദ മ്യൂസിക്. അവൻ തന്നെ ഫിഗർ ചെയ്തിട്ട് അവൻ തന്നെ നല്ല ഇനം സാൾട്ട് ആൻഡ് പേപ്പർ തട്ടുകിടാൻ നല്ല ഇനം വടകൾ അടകൾ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടായി. അത് റോങ്ങാണ്. അത് റോങ്ങാണ് കാണിച്ചത്. എന്താണ്? വടിവേലിന്റെ ഫിഗറും ശങ്കരാന്റെ സൗണ്ട് ആയിരുന്നു. ഡബിൾ റോൾ ആണ്, ഡബിൾ പേയ്മെന്റ്. അയ്യോ എന്റെ സകലത് കൊടുത്ത് എന്തെല്ലാ പൈസ കൊണ്ട് കൊടുത്ത് ഈ തട്ടുകടി ഈ വീട് മാത്രം കൊടുക്കാറുണ്ട്. അത് കൂടി കൊണ്ട് കൊടുക്കരുത്. ഹലോ, ഓ മൈ ഗോഡ്, ഓ താങ്ക് ഗോഡ്. അയ്യോ, ഓ എന്റെ ദൈവമേ, എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. അയ്യോ അയ്യോ, ഇത് പിടി, ഇത് പിടി, ഇത് പിടി, ഇത് പിടി, ഇത് പിടി. എന്തിനടിയിൽ ലഡു കൊടുക്കണ? ഞാൻ പ്രസിഡന്റ് ആയി, ഞാൻ പ്രസിഡന്റ് ആയി. പ്രസിഡന്റാ? അമ്മേടെ അമ്മയുടെ പ്രസിഡന്റാ? അല്ല, ഓൾ കേരള തട്ടുകട അസോസിയേഷന്റെ പ്രസിഡന്റ് ആയി ഞാൻ. അപ്പൊ ഇന്ന് എല്ലാവർക്കും എന്റെ വക ബിരിയാണി ഉണ്ട്. എന്താ പൈസ പോയാലും എന്ത് ബിരിയാണി തിന്നല? ചേച്ചി ഇങ്ങോട്ട്. ഈ പ്രസിഡന്റ് ആയ സന്തോഷത്തില് എനിക്ക് ഒരു 50,000 രൂപ കൂടി സെൻഡ് ചെയ്ത് തരൂ. അല്ല, അങ്ങനെ പറഞ്ഞ ഇപ്പൊ 50,000 രൂപ തരാൻ ഞാൻ ഡൂപ്പല്ലേ? ഒറിജിനലോട് ചോദിക്കണം. ചേച്ചി, ഒരു 50,000. ഒന്ന് പോയത് പറഞ്ഞ മനസ്സിലാവണം. ചേച്ചിക്ക് ഇത് പറഞ്ഞ മനസ്സിലായിട്ടില്ല. ഞാൻ പറയാം, ചേച്ചി നമ്മുടെ സ്ക്രിപ്റ്റ് പറയാൻ പറ്റില്ല. പേടിക്കാനല്ല പറഞ്ഞത്, 50,000 ചോദിക്കാനാ. എന്താ ശ്വേത ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡിലൊരു വ്യത്യാസം? അല്ല, ഒന്നുമില്ല. നൈസ്, ഐ വിൽ കം ദേ. അയ്യോ, പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ സൂപ്പർ. ഇതേ പച്ച കുർത്ത ഇട്ടിട്ടാണ് ഞാൻ സീൻ ചെയ്ത്. ഒരുപാട് ഓർമ്മകൾ. ഐ ജസ്റ്റ് വെന്റ്, ഇറ്റ് വാസ് ലൈക്ക് ഫസ്റ്റ് ഷോട്ട് മുതൽ തൊട്ട് ദെൻ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, ഇത്ര ഭയങ്കര ഷജി, യു ഡിഡ് എ ഫാന്റാസ്റ്റിക് ജോബ്. താങ്ക് യു, താങ്ക് യു. കുട്ടി ശ്വേത, യുനോ, ഈ സിനിമേൻ്റെ കഥ ഞാനാണ് ആദ്യം കേൾക്കുന്നത്. കഥ കേട്ടപ്പോഴന്നെ എനിക്ക് മനസ്സിലായി ദിസ് വിൽ ബി എ ഹിറ്റ്. പക്ഷെ എൻ്റെ കാസ്റ്റിങ്ങിന് മുമ്പേ എൻ്റെ റോളിന് വേറെ ഒരാളാണ് ചെയ്യാൻ അവർ ഉദ്ദേശിച്ചത്. അതെനിക്ക് തോന്നുന്നു ഇതുവരെയ്ക്കും ആർക്കും അറിയില്ല. അത് നന്ദിത ദാസ് മാം. നന്ദിത ദാസ് മാം ആണ് ഇത് ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവരെന്തോ അറിയില്ല, അവർക്ക് തോന്നി ആഷിഖ് എന്നെ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയക്കലും അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിൽ വരുന്നതും. ആൻഡ് ഐ വാസ് വെരി കോൺഫിഡൻറ്റ് ഈ സിനിമ ഹിറ്റാവുന്നു. നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പറും ഷൂട്ട് ചെയ്തു, രതി നിർവേദം ഷൂട്ട് ചെയ്തു. ഞാനാണ് ആഷിഖിനോട് പറഞ്ഞത് 2 പടത്തിൻ്റെ ഇടയിൽ 15 ദിവസത്തിൻ്റെ ഗ്യാപ്പ് തരണം. ബിക്കോസ് എൻ്റെ മനസ്സ് പറയുന്നു രണ്ടും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവുന്നു. അങ്ങനെയാണ് ഒരേ തിയേറ്ററിൽ ഒരു സ്ക്രീനിൽ സോൾട്ട് ആൻഡ് പെപ്പർ, ഒരു സ്ക്രീനിൽ രതി നിർവേദം. വെന്റ് ഫോർ 100 days both of the movies. ആ ഓർമ്മകളെല്ലാം വന്നു. ആൻഡ് സിനിമ ഷൂട്ടിംഗ് മായ ക്യാരക്ടറിലാണ് തുടങ്ങിയത്. ആദ്യത്തെ 15 ദിവസം, ലാസ്റ്റ് ഒരു ദിവസം മാത്രമേ ഞാൻ കാളിദാസൻ എന്ന ലാലേട്ടനെ ഞാൻ കാണുന്നത്. ഒരു ദിവസത്തെ കോമ്പിനേഷൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി പക്ഷെ സിനിമ കാണുമ്പോൾ മായയും കാളിദാസൻ ഒരേ സമയത്ത് ഷൂട്ട് ചെയ്ത പോലെയാണ്. മായേൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ രതി നിർവേദം ജോയിൻ ചെയ്തു, ലാലേട്ടൻ വരുന്നു, ലാലേട്ടൻ കാളിദാസൻ്റെ പോർഷൻ ചെയ്യുന്നു. പക്ഷെ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും അവർ പാരലലായിട്ട് ജേർണിയിലാണ്. അതാണ് ഒരു സിനിമ. പക്ഷെ ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ ഒരേ സമയത്ത് കണ്ടപ്പോൾ ഐ ഫെൽറ്റ്
I was in the Salt and Pepper Part 2. Really. Superb, you guys did so good. So good. ഒരു പാട്ട് ചെയ്താലോ? മലരിതളാ മലർവനി തീർക്കും വിരഹനിലാമാൽ ആക്ച്വലി ഷെജിയിൽ ആഗ്രഹിച്ചിട്ടുള്ളൂ ഈ സ്കിറ്റ് കൊണ്ട്. എന്റെ മനസ്സിൽ ഞാൻ എഴുതി കുറിച്ചിട്ട കാര്യം. അത് ഞാൻ എടുത്തു അല്ല ആ സൈഡിൽ നിന്നുകൊണ്ട് സുബി പറഞ്ഞു ദൈവമേ ചേച്ചി വടിവേലിൻ്റെ ഒരു അപ്പൊ ആദ്യം ഞാനൊന്ന് ഇവർക്ക് അക്കൗണ്ടിൽ നേരിട്ട് കാശ് കൊടുക്കാം. ഇന്ന് ബാറ്ററി ഒന്നും ഇപ്പൊ കാണണ്ട. ആദ്യം ഞാൻ ഒന്ന് കാശ് കൊടുക്കും. ദൈവമേ. ഓക്കെ ആ എക്സ്പ്രഷൻ അല്ലേ? ദാ മായം കാളിദാസ ദേ ദാ പൈസ ക്രെഡിറ്റ് ആയി, പക്ഷെ എത്രയാണെന്നുള്ളത് നമുക്ക് ആർക്കും അങ്ങോട്ടേക്ക് മനസ്സിലായില്ല. അതാണേ എത്ര ഫുൾ സ്കിറ്റിൽ ഇങ്ങനെ കൊടുത്തു കൊടുത്ത് എന്റെ ബാങ്ക് ഖാലിയായി. ഇപ്പൊ പണിയാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാവുന്നില്ലല്ലോ. അതാണ്. എത്ര കിട്ടുമായിരിക്കും എന്നാലും കൂട്ടി നോക്കുകയാണെങ്കിൽ? എന്നാലും എന്റെ മനസ്സിൽ 50 സാധ്യതയുണ്ട്. അല്ല ചിലപ്പോ 75 ആയാലോ? ഇനിയിപ്പോ 50 കിട്ടിയാലും 50 ചേച്ചി തന്നു. ഓ അങ്ങനെയാണോ? തിരിച്ച് വാങ്ങട്ടെ. അല്ല നോക്കട്ടെ, ഞാൻ കിട്ടിയില്ലല്ലോ. ചിലപ്പോ 75 ആയാലോ? ചിലപ്പോ 75 ആയാലോ? നോക്കാം. ശരി, എന്തായാലും നമുക്ക് നോക്കാം. വാ. കലനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ കലനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ വെരി സൂൺ 75,000 കിട്ടാനുള്ള അത് ഇതിൽ വന്നു. ഓക്കെ ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.